ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ കഥാമൃതം ഗ്രൂപ്പിലെ എല്ലാവർക്കും, അനന്തപത്മനാഭ സത്സംഗം ഗ്രൂപ്പിലെ എല്ലാവർക്കും, ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന എല്ലാവർക്കും വീണ്ടും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിനെ നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ കണ്ടു. രണ്ടാമത്തെ ചാപ്റ്ററിൽ സൂത ഗോസ്വാമി ഋഷിമാര് ചോദിച്ച ചോദ്യങ്ങൾക്ക് 6 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ഭാഗമാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം സ്വന്തം ഗുരുവിനെ വർണ്ണിക്കുന്നു, നമിക്കുന്നു. എങ്ങനെയാണ് അവിടെ നമ്മൾ പുതിയ ആളിനെ പരിചയപ്പെട്ടു. ശുകദേവ ഗോസ്വാമി, നിങ്ങൾക്കെല്ലാം അറിയാം, വളരെ വിഖ്യാതനായിട്ടുള്ള ശുകദേവ ഗോസ്വാമി വ്യാസദേവന്റെ മകനാണ്. അദ്ദേഹം അവധൂതനാണ്. അതായത് ഒരു സംസ്കാരവും ചെയ്യാതെ, കാരണം അദ്ദേഹത്തിന് സംസ്കാരം ചെയ്യേണ്ട ആവശ്യമില്ല, ഉപനയനമോ അല്ലെങ്കിൽ നാമകരണമോ ഇതൊന്നും ചെയ്യാതെയാണ് പുള്ളി എന്ത് ചെയ്തത്. അമ്മയുടെ ഗർഭത്തിൽ നിന്നും പുറത്തു വന്ന ഉടനെ തന്നെ 16 വയസ്സുള്ള യുവാവായിട്ടാണ് അദ്ദേഹം പുറത്തു വന്നത്, കൗമാരക്കാരനായിട്ടാണ് പുറത്തു വന്നത്. അപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, പരബ്രഹ്മത്തെ അറിഞ്ഞുകൊണ്ട് അദ്ദേഹം എവിടേക്ക് പോകുന്നു, കാട്ടിലേക്ക് പോകുന്നു. അദ്ദേഹം നഗ്നനായിട്ടാണ് യാത്ര ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം വന്നിട്ട് ശരീരത്തിനും അപ്പുറത്തായതുകൊണ്ടാണ് അദ്ദേഹം നഗ്നനായിരുന്നാലും ആർക്കും ഒരു കുഴപ്പവുമില്ല, അവധൂതന്മാർ. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അനുകരിക്കാൻ പാടില്ല. കാരണം ശുകദേവ ഗോസ്വാമി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കോൺഷ്യസ്നെസ് ആ ലെവലിലായിട്ടാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ പ്രകാരം ശരീരത്തിനെയോ അല്ലെങ്കിൽ ബോഡീനെയൊക്കെ കെയർ ചെയ്യാതെ നടന്നു കഴിഞ്ഞ ആൾക്കാരും എന്ത് ചെയ്യുകയില്ല, നമ്മൾ പറയുന്ന വസ്തുത അല്ലെങ്കിൽ സത്യത്തെ കേൾക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത് അനുകരിക്കാൻ പാടില്ല. വെൽ ഡ്രസ്ഡ് ആയിരിക്കണം നമ്മൾ ആരെങ്കിലും അഡ്രസ്സ് ചെയ്യുന്നതിന് മുന്നേ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് യു ഷുഡ് ഡ്രസ് ആൻഡ് ദെൻ യു ഷുഡ് അഡ്രസ് എന്നാണ് ആര് പറയുന്നത്, പ്രഭുപാദ് പറയുന്നത്. അദ്ദേഹം അത് സ്വജീവിതത്തിൽ കാണിച്ചും തന്നിട്ടുണ്ട്. ഒരിക്കലും പ്രഭുപാദിനെ ഷാബി ആയിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടേ ഇല്ല എപ്പോഴും. കാരണം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഭഗവാന്റെ വാസസ്ഥാനമാണ്, ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ അതിനെ വൃത്തിയായി സൂക്ഷിക്കുക, അകമേയും പുറമേയും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. അതാണ് ഭക്തിയോഗികൾ ആയ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രഭുപാദിൽ നിന്നും പഠിക്കേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ആരുടെ കാര്യമാണ്, ശുകദേവ ഗോസ്വാമിയുടെ. അപ്പൊ ശുകദേവ ഗോസ്വാമിയെ സ്വന്തം ശിഷ്യനായിട്ടുള്ള സൂത ഗോസ്വാമി പ്രണമിക്കുന്നു. നമ്മൾ കേട്ടു, യസ്യാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. ഇതാണ് നമ്മൾ കേട്ടത്. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെയും രണ്ടാമത്തെയും ചോദ്യത്തിനുള്ള ഉത്തരം അവർ പറഞ്ഞു. എന്താണ് ആദ്യത്തെ ചോദ്യം? അൾട്ടിമേറ്റ് ഗുഡ് ഫോർ ഓൾ, അതായത് എല്ലാവർക്കും പരമമായ ഗുഡ് അല്ലെങ്കിൽ നല്ലത്, പരമമായിട്ടുള്ള നന്മ എന്താണ് എന്ന് ചോദിച്ചു. ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എല്ലാ വേദങ്ങളുടെയും സാരം എന്താണ് എന്ന് ചോദിച്ചു. ഇതിന് രണ്ടിനും അവർ ഉത്തരമാണ് പറഞ്ഞത്. ഒരു ഉത്തരം എന്താണ്? ഭക്തി. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത എന്ന് പറയുന്ന ആ ശ്ലോകത്തിന് മുന്നെയാണ് നമ്മൾ നിർത്തിയത്. ഭക്തിയോഗത്തിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് പറഞ്ഞത് ഭക്തിയോഗത്തിനെ കുറിച്ച്? സവൈ പുംസാം പരോധർമ്മോ യതോ ഭക്തിരധോക്ഷജേ അഹൈതുകി അപ്രതിഹത യയാത്മാ സുപ്രസീദതി. ഇതാണ് നമ്മൾ കഴിഞ്ഞ തവണ ഡിസ്കസ് ചെയ്തത്, ഭക്തി. അപ്പോ ആദ്യത്തെയും രണ്ടാമത്തെയും ചോദ്യത്തിന്റെ ഉത്തരം ഭക്തി ആയതുകൊണ്ട് തന്നെ ഭക്തിയെക്കുറിച്ച് ഒരു അല്പം കൂടി അവർ വിവരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകും. ആര്? സൂത ഗോസ്വാമി ശൗനകാദി ഋഷികളോട്. അപ്പം ഭക്തിയെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ ബാക്കിയുള്ള കുറച്ച് ശ്ലോകങ്ങൾ. ഏകദേശം ഒരു 20 ശ്ലോകങ്ങൾ ബാക്കിയുള്ളത് ഭക്തിയുടെ വിവിധ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ് സൂത ഗോസ്വാമി. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കീർത്തനം ചെയ്യാം. ഭഗവാന്റെയും ഗുരുവിന്റെയും അനുഗ്രഹങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗുരുവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദാനന്ദന വ്രജ ജനരഞ്ജന ജമുനാ തീരവനചാരി.
जमुनातीरवनचारी जय राधा माधव कुञ्ज बिहारी गोपीजनवल्लभ गिरिवरधारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय गौरनिताय जय गौरनिताय जय जय प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव जय जय गुरुदेव। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नमः। ओम विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिन् इति नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण। അപ്പോൾ നമ്മൾ എന്ത് കണ്ടു? ഭക്തി എന്താണ് കണ്ടത്? സവൈ പുംസാം പരോധർമ്മം, എല്ലാ മനുഷ്യരുടെയും പരോധർമ്മം എന്ന് പറയുന്നത് എന്താണ്? യതോ ഭക്തിർ അധോക്ഷജെ. അധോക്ഷജൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാനാണ്. അദ്ദേഹത്തോടുള്ള ഭക്തിയാണ് നമ്മളുടെ പരമമായ ധർമ്മം എന്ന് പറയുന്നത്. സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിർ അധോക്ഷജെ. അത് എങ്ങനെ ആയിരിക്കണം? അഹൈതുകി അപ്രതിഹത ആയിരിക്കണം. അതായത് അഹൈതുക്കി എന്ന് പറഞ്ഞാൽ അതിന് ഒരു കാരണവും ഉണ്ടാവാൻ പാടില്ല. ഭക്തി പരിശീലിക്കുന്നതിന് അല്ലെങ്കിൽ ഭക്തി ചെയ്യുന്നതിന് ജ്ഞാനമോ അല്ലെങ്കിൽ വെൽത്തോ അല്ലെങ്കിൽ ആർത്ത, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി, ഇങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരെ ഒന്നും അതേപോലെ ഒന്നും അല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഭക്തി ചെയ്യേണ്ടത്. പിന്നെ അപ്രതിഹത, ഒരു തടസ്സങ്ങളും ഇല്ലാതെ വേണം നമ്മളുടെ ഭക്തി മുന്നോട്ട് പോകാൻ എന്ന് പറയുന്നു. എങ്കിലേ എന്ത് സംഭവിക്കുകയുള്ളൂ? യയ ആത്മാ സുപ്രസീദതി. അതായത് ആ ഭക്തി എന്ന് പറയുന്നത് നമ്മളുടെ കോൺഷ്യസ്നെസ്സിനെ അല്ലെങ്കിൽ നമ്മളുടെ അവബോധത്തെ എന്ത് ചെയ്യിപ്പിക്കണം? പ്രസാദിപ്പിക്കണമെങ്കിൽ മോട്ടീവ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, തടസ്സങ്ങളും ഉണ്ടാവാൻ പാടില്ല. ഇതാണ് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടത്. അപ്പോ ഈ അപ്രതിഹത എന്താണ്? അഹൈതുക്കി എന്താണ്? ഇതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. നമ്മൾ ഇന്ന് 7ാമത്തെ ശ്ലോകമാണ് കാണുന്നത്. ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധം 2-ാം അധ്യായം 7ാമത്തെ ശ്ലോകം. അതും വളരെ സുപ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണ്. ഭക്തിയെ കുറിച്ച് തന്നെ മുന്നോട്ട് പറയുകയാണ് ആര്? ശൂത ഗോസ്വാമി. അപ്പോ 7ാമത്തെ ശ്ലോകം. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിതഃ ജനയത്യാസു വൈരാഗ്യം ജ്ഞാനം ച യത് അഹൈതുകം. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിതഃ ജനയത്യാസു വൈരാഗ്യം ജ്ഞാനം ച യത് അഹൈതുകം. നോക്കൂ, അതിൻ്റെ അകത്ത് വളരെ സിമ്പിൾ ശ്ലോകമാണ്. ഇതിന്റെ സംസ്കൃതം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. എന്താണ്? വാസുദേവേ ഭഗവതി, ഭഗവാൻ വാസുദേവനോട്. ഭക്തിയോഗ പ്രയോജിത, ഭക്തിയോഗം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് പ്രയോജനമുണ്ടാകുന്നത്? ജനയതി. ജനയതി എന്ന് പറഞ്ഞാൽ അതും സിമ്പിൾ മലയാളം നമുക്കറിയാം. ജനിക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക എന്നാണ്. ജനയതി ആസു. ആസു എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന്. എനിക്കറിയാം നിങ്ങൾക്ക് ഈ വാക്കുകളൊക്കെ വളരെ പരിചയക്കുറവായിരിക്കും. എന്നാലും ഇത് മുന്നോട്ട് പോകുന്തോറും നമ്മൾ ഇതേ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. സംസ്കൃതം നമ്മളെല്ലാവരും ഭാഗവതം പഠിക്കുന്നത് സംസ്കൃതം പഠിക്കാൻ വളരെ നല്ല ഒരു മാർഗമാണ്. അപ്പോൾ എന്താണ്? വാസുദേവേ ഭഗവതി, ഭഗവാൻ വാസുദേവനോട്. ഭക്തിയോഗ പ്രയോജിത എന്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? ഭക്തിയോഗത്തിനെ കുറിച്ച്.
അപ്പൊ ഭക്തിയോഗ പ്രയോജിത. എന്താണ് അതിന്റെ പ്രയോജനം ഉണ്ടാകാൻ പോകുന്നത്? ജനയതി, ജനിക്കും. എന്ത് ജനിക്കും? ഭക്തിയിൽ നിന്നും എന്തുണ്ടാവണം? ആസു, വളരെ പെട്ടെന്ന് തന്നെ വൈരാഗ്യം. വൈരാഗ്യം എന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഒരു വൈരാഗ്യത്തിന്റെ അർത്ഥം മലയാളത്തിൽ നമുക്കറിയാം, എന്താണ്? സ്പർദ്ധ, അല്ലെങ്കിൽ രണ്ടുപേർക്കും തമ്മിലുള്ള വഴക്ക് എന്നാണ്. പക്ഷെ ഇവിടെ വൈരാഗ്യം എന്ന് പറയുന്നത് ആ അർത്ഥത്തിലല്ല പറയുന്നത്. യഥാർത്ഥത്തിൽ വൈരാഗ്യത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഡിറ്റാച്ച്മെന്റ് എന്നാണ്. ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അനാസക്തി അല്ലെങ്കിൽ ആസക്തി ഇല്ലായ്മ എന്ന് വേണമെങ്കിൽ പറയാം. വൈരാഗ്യം, വൈരാഗി എന്ന് പറഞ്ഞാൽ എന്താണ്? ആസക്തി ഇല്ലാതെ. സന്യാസിമാർക്ക് പറയുന്ന വേറൊരു പേരാണ് വൈരാഗി എന്ന്. അപ്പം വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയതി ആസു വൈരാഗ്യം. എന്താണ് ജനിക്കാൻ പോകുന്നത് ഭക്തിയോഗത്തിൽ നിന്നും? അത് തന്നെ, വിരക്തി എന്ന് പറയും. വിരക്തി അല്ലെങ്കിൽ വൈരാഗ്യം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റാച്ച്മെന്റ് എന്ന് നമ്മൾ പറയും. അപ്പൊ ഭക്തിയിൽ നിന്ന് നമുക്ക് എന്തുണ്ടാവണം? ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവണം. അല്ലെങ്കിൽ ഭക്തി യോഗ പരിശീലിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഡിറ്റാച്ച്മെന്റ് ഉണ്ടാക്കാം എന്നാം പറയാം. പിന്നെ എന്താണ്? ജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നോളജ് അല്ലെ? ജ്ഞാനം, അത് മലയാളമാണ് ജ്ഞാനം. പക്ഷെ ആ ജ്ഞാനം വെറും ജ്ഞാനമല്ല. യത് അഹൈതുകം. നമ്മൾ നേരത്തെ ഒരു വാക്ക് പരിചയപ്പെട്ടു, അഹൈതുകം, അഹൈതുക്കി, അപ്രതിഹത, അഹൈതുക്കി, ഹേതു എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം, കാരണമില്ലാത്ത ഒരു എന്താണ്? കാരണവും ഇല്ലാത്ത തരത്തിലുള്ള. ഇപ്പൊ ഈ ജ്ഞാനം കൊണ്ട് പല കാരണങ്ങളും ചിലർക്ക് എന്താണ് നേടാം. അതായത് ജ്ഞാനം കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മുക്തി, അല്ലെങ്കിൽ ജ്ഞാനം കൊണ്ട് നിങ്ങൾക്ക് ബ്രഹ്മൻ റിയലൈസേഷൻ, അല്ലെങ്കിൽ ഇംപേഴ്സണൽ, അല്ലെങ്കിൽ അവ്യക്തിഗത ബ്രഹ്മം, ഇതിനെയൊക്കെ നേടാൻ വേണ്ടിയിട്ടുള്ള ജ്ഞാനം വേണമെങ്കിൽ നിങ്ങൾക്ക് ശീലിക്കാം. പക്ഷെ ആ ജ്ഞാനത്തിന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ജ്ഞാനം ചയത് അഹൈതുകം എന്നാണ് പറയുന്നത്. ഈ ജ്ഞാനം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള ജ്ഞാനമാണ്. ഈ ഒരു എന്താണ്? ഇന്റൻഷൻ അല്ലെങ്കിൽ ഉദ്ദേശം വെച്ചുകൊണ്ട് പഠിക്കുന്ന ജ്ഞാനമല്ല. അഹൈതുകമായിട്ടുള്ള ജ്ഞാനം, ഭഗവാനെ കുറിച്ച് പൂർണ്ണമായിട്ടും അറിയുന്ന ജ്ഞാനം. പൂർണ്ണമായിട്ടും അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഭഗവാൻ ആരാണ്? അദ്ദേഹം വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എന്താണ്? അസോസിയേറ്റ്സ് ഉണ്ട്, അദ്ദേഹത്തിന്റെ ധാമമുണ്ട്, അദ്ദേഹത്തിന്റെ ലീലകളുണ്ട്. നാമരൂപ ഗുണ ലീല ഇത്യാദികളെല്ലാം ചേർന്ന ആളെയാണ് എന്ത് ചെയ്യേണ്ടത്? ആ ജ്ഞാനത്തിലൂടെ നമ്മൾ അറിയേണ്ടത്. അതിനാണ് അഹൈതുക ജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനം ചയത് അഹൈതുകം. സോ എന്തുണ്ടാവും? വൈരാഗ്യവും ജ്ഞാനവും എന്താണ്? ഭക്തിയുടെ ബൈ പ്രോഡക്ട്സ് ആണെന്ന് പറയുന്നു. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയതി ആസു വൈരാഗ്യം ജ്ഞാനം ചയത് അഹൈതുകം. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു തന്നു ഭക്തി കൊണ്ട് എന്താണ് പ്രയോജനം ഉണ്ടാവേണ്ടത്. ഭക്തി കൊണ്ട് രണ്ട് ബൈ പ്രോഡക്ട്സ് ഉണ്ടാകും. ഉപവസ്തുക്കൾ ഉണ്ടാകും. ഉപ ഉൽപ്പന്നങ്ങൾ, ബൈ പ്രോഡക്ട്സ്, ഉപ ഉൽപ്പന്നങ്ങൾ. എന്താണ് ഭക്തിയുടെ ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്? വൈരാഗ്യം, അല്ലെങ്കിൽ രണ്ടാമത്തേത് ജ്ഞാനം. ഇത് രണ്ടും വന്നിട്ട് എന്തിന്റെ ബൈ പ്രോഡക്ട്സ് ആണ്? ഉപോൽപ്പന്നങ്ങളാണ്, ഭക്തിയുടെ ഉപോൽപ്പന്നങ്ങളാണ്. എങ്ങനെയാണത് വരുന്നത്? ശ്രീല പ്രഭുപാദ ആ ഒരു പർപ്പോട്ടിനകത്ത്, വിവർത്തന ഭാവാർത്ഥത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങളത് വായിച്ചു നോക്കുക. പക്ഷെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഭക്തിയോഗം എന്ന് പറയുന്നത് ചെയ്യുന്നത് എന്താണ്? ഈ ജ്ഞാനം, പിന്നെ എന്താണ്, വൈരാഗ്യം, ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നതിന് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല. ജ്ഞാനികൾ എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് എന്താണ് ഭഗവാനെ കുറിച്ച് അറിയാൻ ശ്രമിക്കും. അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ ജ്ഞാനയോഗം എന്ന് അവർ വായിച്ച് ഭഗവാന്റെ പലതരത്തിലുള്ള പിന്നെ എന്താണ് പ്രഭാവത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ വിശ്വരൂപത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ബ്രഹ്മൻ അല്ലെങ്കിൽ അവ്യക്തിഗത ബ്രഹ്മത്തെക്കുറിച്ചും പരമാത്മാവിനെ കുറിച്ചും എല്ലാം അവർക്ക് പഠിക്കും. പക്ഷെ അവർക്ക് ഭഗവാനോട് ഭക്തി ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ജ്ഞാനികൾ എന്ന് പറയുന്നത് ചിലപ്പോൾ അങ്ങനെയാവാം. അവർക്ക് ഇന്റലക്ച്വലി, അതായത് ബൗദ്ധികപരമായിട്ട് ആ ജ്ഞാനം എന്ത് ചെയ്യും? വർദ്ധിക്കും. പക്ഷെ ഭഗവാനോട് ഹൃദയത്തിൽ ഭക്തി ഉണ്ടാവണം എന്ന് ഒരു നിർബന്ധവുമില്ല. ജ്ഞാനത്തിന്റെ ബൈ പ്രോഡക്റ്റ് അല്ല ഭക്തി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വൈരാഗ്യം, ഡിറ്റാച്ച്മെന്റ്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള വസ്തുക്കളിൽ ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള വസ്തുക്കളിൽ നിന്നും ഇത് വന്നിട്ട് ഇതിനോട് ആസക്തി പുലർത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭൗതികമായിട്ടുള്ള വസ്തുക്കളെ ഉപേക്ഷിച്ചേക്കാം. പക്ഷെ അവർക്കും
ഭഗവാനോട് അറ്റാച്ച്മെന്റ് വരണമെന്ന് നിർബന്ധമില്ല. എല്ലാം ത്യജിച്ച് നിൽക്കാം. പക്ഷെ ഭഗവാനോട് അറ്റാച്ച്മെന്റ് വന്നാലേ ആ ത്യാഗത്തിന് എന്ത് സംഭവിക്കുകയുള്ളൂ? അതിനൊരു റിസൾട്ട് ഉള്ളൂ, അല്ലെങ്കിൽ അതിനൊരു ലാഭമുള്ളൂ. ഈ ഡിറ്റാച്ച്മെന്റ് മാത്രമാണെങ്കിൽ എന്താണ്? നല്ലതാണ്, ഡിറ്റാച്ച്മെന്റ് നല്ലതാണ്, അല്ലെങ്കിൽ വൈരാഗ്യം നല്ലതാണ്. പക്ഷെ ഇത് എന്ത് വൈരാഗ്യമായിരിക്കും? ഫൽഗു വൈരാഗ്യമായിരിക്കും. യഥാർത്ഥത്തിലുള്ള വൈരാഗ്യം എന്താണ്? ഈ കാണുന്ന പുസ്തകം, അല്ലെങ്കിൽ ഈ കാണുന്ന മൈക്രോഫോൺ, ഈ കാണുന്ന ഈ സ്പീക്കർ, അല്ലെങ്കിൽ ഈ കാണുന്ന മൊബൈൽ, ഈ പ്രകാരം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്താണ്? ഭൗതികമാണ്. സാധാരണ ആധ്യാത്മികവാദികൾ എന്ത് ചെയ്യും? ഇതെല്ലാം ഭൗതികമാണെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ഉപേക്ഷിക്കും. പക്ഷേ അത് യഥാർത്ഥ വൈരാഗ്യമല്ല എന്നാണ് പറയുന്നത്. കാരണം ഇതിനെ നമുക്ക് ഭഗവാന്റെ സേവനത്തിൽ എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വൈരാഗ്യം. അതായത് ഈ വസ്തുക്കളെ ഭഗവാന്റെ സേവനത്തിന് വിനിയോഗിച്ചാൽ ഈ വസ്തുക്കൾ ഭൗതികമാണെങ്കിലും ഉപയോഗം സ്പിരിച്വൽ ആയിരിക്കും, അല്ലെ? വസ്തുക്കൾ ഭൗതികമായിരിക്കും, പക്ഷെ അതിനെ എന്ത് ചെയ്യുകയാണ്? നമ്മൾ സ്പിരിച്വലൈസ് ചെയ്യുകയാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള വൈരാഗ്യം എന്ന് പറയുന്നത്. യുക്ത വൈരാഗ്യം എന്ന് രൂപഗോസ്വാമി അതിന് പേര് പറയുന്നുണ്ട്. അപ്പൊ ഈ വൈരാഗ്യം എന്ന് പറയുന്നത് ഡിറ്റാച്ച്മെന്റ് മാത്രമാവരുത്. ഇവിടെ അങ്ങേയറ്റത്ത് ഭഗവാനോട് അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഡിറ്റാച്ച്മെന്റ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും എന്തിന്റെ ബൈ പ്രോഡക്ട്സ് ആണ്? ഭക്തിയുടെ ബൈ പ്രോഡക്ട്സ് ആണ്. ഒരു ഭക്തന് എന്താണ് ഭൗതികം എന്നും എന്താണ് ആധ്യാത്മികം എന്നും അറിയാനുള്ള ജ്ഞാനം എന്തായാലും ഉണ്ടാകും. ഭൗതികമായതിനോടുള്ള അറ്റാച്ച്മെന്റ് വെച്ചു പുലർത്തിയാൽ ഞാൻ ബന്ധനസ്ഥനാകും എന്നുള്ള കാര്യം അയാൾക്കറിയാം. അതുകൊണ്ട് തന്നെ അയാൾ അതിനോട് കുറച്ചകലം പാലിക്കുകയും, പക്ഷെ അതിനെ മൊത്തം തള്ളിക്കളയുകയില്ല. ഭഗവാന്റെ സേവനത്തിന് വേണ്ടി വിനിയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ അയാൾ ആ സേവനത്തിന് വിനിയോഗിക്കും. പക്ഷേ അതിനോടൊപ്പം തന്നെ, ആ വൈരാഗ്യത്തോടൊപ്പം തന്നെ അയാള് കൃഷ്ണനോടുള്ള അറ്റാച്ച്മെന്റ് വളർത്തിയെടുക്കും. ഇത് രണ്ടും ഇല്ല, ഒരേ ഒരു സാധനം മാത്രമേ ഉള്ളൂ എങ്കിൽ, ഭഗവാനോട് അറ്റാച്ച്മെന്റ് ഇല്ല എങ്കിൽ അത് വെറും വൈരാഗ്യം. ഇത് ഭക്തിയുടെ ബൈ പ്രോഡക്ട്സ് ആയിട്ടുള്ള വൈരാഗ്യം. അയാൾക്ക് വൈരാഗ്യമാകാൻ പ്രത്യേകിച്ച് എന്തില്ല? തടസ്സങ്ങളൊന്നുമില്ല. ഇനി ജ്ഞാനം, പരമാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം, അവ്യക്തിഗത ബ്രഹ്മത്തെ കുറിച്ചുള്ള ജ്ഞാനം, ഇതെല്ലാം ആർക്ക് ഉണ്ടാകും? ഭക്തനുണ്ടാകും. കാരണം ഭഗവാൻ എന്ന് പറയുന്നത് ഇത് എല്ലാത്തിൻ്റെയും പ്രഭവസ്ഥാനമാണ്. നമ്മൾ ഇനി അടുത്ത ശ്ലോകത്തിൽ കാണും എന്താണ് ഈ അവ്യക്തിഗത ബ്രഹ്മം, എന്താണ് പരമാത്മാവ്, എന്താണ് ഭഗവാൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇപ്പോ ഭക്തിയോഗം കൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാനെ മനസ്സിലാക്കുകയാണെങ്കിൽ എന്തായാലും നമ്മൾ അവ്യക്തിഗത ബ്രഹ്മത്തിനെ കുറിച്ചും സ്ഥാനീയ പരമാത്മാവിനെ കുറിച്ചും മനസ്സിലാക്കും. അതുകൊണ്ടാണ് പറയുന്നത് ജ്ഞാനത്തിന്റെയും വൈരാഗ്യത്തിന്റെയും ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഭക്തി വരണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഭക്തിയുടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് എന്ത് ഉറപ്പായിട്ടും വരും? ജ്ഞാനവും വൈരാഗ്യവും വരും. അപ്പോൾ ഏതാണ് ബെറ്റർ? ഭക്തിയാണോ ബെറ്റർ, അതോ ജ്ഞാനവും വൈരാഗ്യവുമാണോ ബെറ്റർ? അപ്പൊ സൂതഗോസ്വാമി പറയുകയാണ്, വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയതി ആശു വൈരാഗ്യം ജ്ഞാനം ചയത് അഹൈതുകം. അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പോവാം. സൂതഗോസ്വാമി ഭക്തിയെ കുറിച്ചാണ്. അത് ഒന്നും രണ്ടും ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മുനയ സാധു പൃഷ്ടോഹം, അതായത് എനിക്ക് അങ്ങയുടെ ചോദ്യങ്ങളൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ അതിന്റെ ഉത്തരം പറയാൻ തുടങ്ങുമ്പോൾ, ഭക്തി എന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ പിന്നെ ഭക്തിയെക്കുറിച്ച് കുറച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാതെ തരമില്ല. നമുക്ക് വേണമല്ലോ ഭക്തിയെക്കുറിച്ചുള്ള അറിവ് എന്താണെന്ന്. അപ്പോൾ അടുത്ത ശ്ലോകം, 8ാമത്തെ ശ്ലോകത്തില് സൂതഗോസ്വാമി പറയുകയാണ്, അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. ധർമ്മ സ്വാനുഷ്ഠിത പുംസാം വിശ്വക്ഷേന കഥാസുയഃ നോത്പാദയേത് യതി രതിം ശ്രമ ഏവൈഹി കേവലം. ധർമ്മ സ്വാനുഷ്ഠിത പുംസാം വിശ്വക്സേന കഥാസുയഃ നോത്പാദയേത് യതി രതിം ശ്രമ ഏവഹി കേവലം. എന്താണ് പറയുന്നത്? പരോധർമ്മത്തിനെ കുറിച്ച് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? സവൈ പുംസാം പരോധർമ്മ, അത് ഭക്തിയാണെന്ന് പറഞ്ഞു. അപ്പോ സ്വധർമ്മം, അതായത് പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി എന്ന് ഇംഗ്ലീഷിൽ പറയും. സ്വധർമ്മം എന്ന് പറഞ്ഞാൽ ഒരുവന്റെ സ്വന്തം നിലയ്ക്കനുസരിച്ച് നിർവഹിക്കപ്പെടുന്ന ധർമ്മം. ഇത് ഇവിടെ അതിന്റെ അതിന്റെ വാക്ക് അർത്ഥത്തിൽ എഴുതിയിരിക്കുന്നു.
സ്വ അനുഷ്ഠിത എന്ന് പറഞ്ഞാൽ ഒരുവന്റെ സ്വന്തം നിലയ്ക്കനുസരിച്ച് നിർവഹിക്കപ്പെടുന്ന, അതായത് വർണ്ണാശ്രമധർമ്മം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ബ്രഹ്മചര്യ, ഗാർഹസ്ഥ്യ, വാനപ്രസ്ഥ, സന്യാസ, ഇതാണ് ആശ്രമം എന്ന് പറയുന്നത്. ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥി, സന്യാസി, ആശ്രമം. പിന്നെ എന്താണ്? ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഒരാളുടെ ഗുണമനുസരിച്ച് നമ്മൾ ഈ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ വരും. ബ്രാഹ്മണന്റെ ഗുണങ്ങളുണ്ടെങ്കിൽ സ്വയമേവ അയാൾ ബ്രാഹ്മണന്റെ കാറ്റഗറി. ജന്മം കൊണ്ടല്ല വരുന്നത്, ഇത് കർമ്മം കൊണ്ടാണ് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് വന്നിട്ട് ആസുരിക വർണ്ണാശ്രമത്തിനെ കുറിച്ചല്ല പറയുന്നത്, ദൈവിക വർണ്ണാശ്രമത്തിനെ കുറിച്ചാണ് പറയുന്നത്. ജന്മം കൊണ്ടല്ല, ഒരാളുടെ ഗുണകർമ്മ വിഭാഗശ എന്ന് പറയുന്നു. ഇപ്പൊ ഗുണവും കർമ്മവും കൊണ്ട് നമ്മൾ ബ്രാഹ്മണനാകാം, ക്ഷത്രിയനാകാം, വൈശ്യനാകാം, ശൂദ്രനാകാം, നമ്മളുടെ ഗുണമനുസരിച്ച്. ഭഗവത്ഗീതയിൽ ആ ഗുണങ്ങളെ കുറിച്ച് എല്ലാം പറയുന്നുണ്ട്, ഏത് ഗുണമുണ്ടെങ്കിൽ നമ്മൾ ഏത് ഗണത്തിൽ പെടും എന്നുള്ളത്. അപ്പോ ആ ധർമ്മത്തില്, വർണ്ണാശ്രമ ധർമ്മത്തിൽ ഒരാൾ അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഒരു സ്ത്രീ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുരുഷനാണെങ്കിൽ, ഒരു ബ്രാഹ്മണനാണെങ്കിൽ, ഒരു ക്ഷത്രിയനാണെങ്കിൽ, ഒരു ബ്രഹ്മചാരി ആണെങ്കിൽ, ഒരു സന്യാസി ആണെങ്കിൽ, അയാള് ആ ഒരു വർണ്ണാശ്രമത്തിൽ ഇരിക്കുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യണം? സ്വന്തം നിലയ്ക്കനുസരിച്ച് ചില കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. ആ കർമ്മത്തിന്റെ കാര്യമോ എന്ന് ചിലപ്പോ ശൗനകാദി ഋഷികൾ ചോദിച്ചാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ആര് പറയുന്നു? ഇപ്പോ സൂതഗോസ്വാമി പറയുന്നു, ധർമ്മസ്യ അനുഷ്ഠിത പുംസാം. സ്വാധർമ്മം അനുഷ്ഠിച്ചാലും എന്താണ് പ്രശ്നം? വിശ്വക്ഷേണ കഥാസൂയ. വിശ്വക്ഷേണൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അർത്ഥം? ഓൾ കോൺകറർ എന്നാണ് അർത്ഥം. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ, അല്ലെങ്കിൽ എല്ലാത്തിനെയും, അല്ലെങ്കിൽ വിജയിയാകുന്നവൻ, എപ്പോഴും വിജയിയാകുന്നവൻ. അതാരാണ്? ഭഗവാൻ വിഷ്ണുവിന്റെ വേറൊരു പേരാണ് വിശ്വക്ഷേണ എന്ന് പറയുന്നത്. ചില പുരാണങ്ങളിൽ ഭഗവാന്റെ കാവൽക്കാരനെ, സേനാധിപതിയെയും വിശ്വക്ഷേണ എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അത് ഭഗവാന്റെ വേറൊരു പേര് തന്നെയാണ്, വിശ്വക്ഷേണ എന്ന് പറയുന്നത്. ഓൾ കോൺകറർ എന്നാണ് അതിന്റെ അർത്ഥം. ഓൾ കോൺകറർ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും വിജയിയാകുന്നവൻ എന്ന് പറയും. സേനാധിപതി എന്നാണ് അതിന്റെ അർത്ഥം തന്നെ. അപ്പോൾ വിശ്വക്ഷേണ എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ധർമ്മസ്വ അനുഷ്ഠിത പുംസാം. പുംസാം എന്ന് പറഞ്ഞാൽ മനുഷ്യർ. ധർമ്മ സ്വ അനുഷ്ഠിത, സ്വാധർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും എന്താണ് പ്രശ്നം? വിശ്വക്ഷേണ കഥാസൂയ ന ഉത്പാദയേത് യതി രതിം. രതി എന്താണ്? ആഗ്രഹം, അല്ലെങ്കിൽ അനുഭാവം. എന്തിനോട് അനുഭാവം? ന ഉത്പാദയേത്, അഥവാ ഉണ്ടായില്ല, അല്ലെങ്കിൽ ഉണ്ടായില്ല എങ്കിൽ എന്തിനോട്? വിശ്വക്ഷേണ കഥ, ഭഗവാന്റെ കഥ ശ്രവിക്കാനുള്ള ആ അനുഭാവം ഉണ്ടായില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഈ സ്വാധർമ്മങ്ങളെല്ലാം ശ്രമയേവ ഹി കേവലം. കേവലം ശ്രമം, വെറുതെ ഉള്ള ഒരു പ്രയത്നം മാത്രമാണ്. നോക്കൂ, അതിന്റെ വിവർത്തനത്തിൽ പ്രഭുപാദ് എന്താണ് എഴുതിയിരിക്കുന്നത്? പരമദിവ്യോത്തമ പുരുഷന്റെ സന്ദേശങ്ങളെ കുറിച്ചുള്ള ഉചിതമായ അന്വേഷണങ്ങളെ ഉത്തേജിപ്പിക്കാത്തവയാണ് ഒരാൾ അനുഷ്ഠിക്കുന്ന ധർമാനുസൃതമായ കർമ്മങ്ങളെങ്കിൽ അവയൊക്കെ വെറും ഉപയോഗശൂന്യമായ പരിശ്രമങ്ങളാകുന്നു. അതാണ് ധർമ്മസ്വാനുഷ്ഠിത പുംസാം വിശ്വക്ഷേണ കഥാസൂയ ന ഉത്പാദയേത് യതി രതിം ശ്രമയേവ ഹി കേവലം. വെറും ശ്രമം, പരിശ്രമങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ ജീവിതത്തിൽ അയാൾക്ക് എന്ത് കിട്ടും? അർത്ഥമോ കാമമോ ഒക്കെ കിട്ടുമായിരിക്കും. പക്ഷേ ഭഗവാനോട് അറ്റാച്ച്മെന്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ജീവിതം കഴിഞ്ഞിട്ട് ആ ആത്മാവിന് എന്താണ്? വീണ്ടും ജനന മരണ ചക്രങ്ങൾ മാത്രം. എന്തൊക്കെ നമ്മൾ ഈ ഒരു ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന രീതിയിൽ എന്തൊക്കെ ധർമ്മങ്ങൾ ചെയ്താലും ആ ധർമ്മങ്ങളെല്ലാം വന്നിട്ട് നമ്മൾ എന്തിന്റെ കൂടെ ചെയ്യണം? ഭക്തിയുടെ കൂടെ ചെയ്യണം. ഭക്തി ചെയ്യുന്നത് കൊണ്ട് എല്ലാ കർമ്മങ്ങളെയും ഒഴിവാക്കണമെന്നും പറയുന്നില്ല. ഭക്തി ചെയ്യുന്നതോടൊപ്പം തന്നെ സ്വാധർമ്മം ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ഗുണമുണ്ട്. കാരണം സ്വാധർമ്മം ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന കാമവും അർത്ഥവും അയാൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ ഭഗവാനോടുള്ള അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ട് മരണസമയത്ത് ഭഗവാനെ അയാൾക്ക് ഓർക്കാൻ പറ്റും. അങ്ങനെ അദ്ദേഹത്തിന്റെ തിരിച്ച് ഭഗവത് സന്നിധിയിലേക്ക് പോകാനും പറ്റും.
അഥവാ ഭക്തി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ധർമ്മം മാത്രം ചെയ്തുകൊണ്ട് കാമവും അർത്ഥവും മാത്രം ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരണസമയത്ത് ഇതിനോടുള്ള അറ്റാച്ച്മെന്റ് കാരണം എന്ത് സംഭവിക്കും? വീണ്ടും ഒരു ശരീരം സ്വീകരിക്കേണ്ടി വരും. ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, പരമദിവ്യോത്തമ പുരുഷന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്, എന്ത് ധർമ്മം നിങ്ങൾ ചെയ്താലും ആ ധർമ്മത്തിനോടൊപ്പം ഭഗവാന്റെ കഥകൾ കേൾക്കുകയോ ഭഗവാനിൽ ഭക്തി വളർത്തുകയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വെറും ശ്രമം മാത്രമാണ്. അപ്പൊ സൂതഗോസ്വാമി എന്ത് പറയുന്നു? ആദ്യം പറയുന്നു പരോധർമ്മം എന്ന് പറയുന്നത് ഭക്തിയാണ്. 2, ആരോടുള്ള ഭക്തി? ഭഗവാനോടുള്ള, വാസുദേവേ ഭഗവതി, വാസുദേവനോടുള്ള ഭക്തി. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഡിറ്റാച്ച്മെന്റും വൈരാഗ്യവും ജ്ഞാനവും ഉറപ്പായിട്ടും ഉണ്ടാകും. ഭക്തിയുടെ ബൈ പ്രോഡക്ട്സ് ആണ് അത്. ഇനി നിങ്ങൾ ഭക്തി ചെയ്തില്ല എങ്കിൽ വേറെന്ത് ധർമ്മം? സ്വധർമ്മം ചെയ്ത്. പരോധർമ്മത്തിനെ കുറിച്ച് പറഞ്ഞു. ഇനി പരോധർമ്മം ചെയ്യുന്നില്ല എങ്കിൽ സ്വധർമ്മം എന്ത് ചെയ്തിട്ടും പ്രയോജനമില്ല. കാരണം ഈ ഒരു ജന്മം കൊണ്ട് അതിന്റെ ബെനഫിറ്റ്സ് എല്ലാം തീരും. താൽക്കാലികമാണ് ഈ സ്വധർമ്മത്തിന്റെ ബെനഫിറ്റ്സ് എല്ലാം. ചിലപ്പോൾ അയാൾക്ക് എവിടെ വരെ പോകാൻ പറ്റും? സ്വധർമ്മം നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് സ്വർഗം വരെ പോകാൻ പറ്റും. പക്ഷെ വീണ്ടും തിരിച്ചു വരേണ്ടി വരും. കാരണം ഭഗവാനോടുള്ള ഭക്തി ഇല്ല. അതുകൊണ്ട് എവിടെ പോകാൻ പറ്റുന്നില്ല? ആധ്യാത്മിക ലോകങ്ങളിൽ പോകാൻ പറ്റുന്നില്ല. എവിടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ? അയാൾ നല്ല കർമ്മം ചെയ്താൽ അയാൾക്ക് എവിടെ പോകാൻ പറ്റും? സ്വർഗത്തിൽ പോകാൻ പറ്റുമായിരിക്കാം, സ്വർഗം വരെ പോകാൻ പറ്റുമായിരിക്കാം, പിന്നെയും തിരിച്ചു വരേണ്ടി വരും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഈ ശ്ലോകത്തിൽ പറയുന്നത്, ധർമ്മസ്യ അനുഷ്ഠിത പുംസാം വിശ്വക്ഷേണ കഥാസൂയ ന ഉത്പാദയേതിരതിം ശ്രമ ഏവ ഹി കേവലം. അടുത്ത ശ്ലോകത്തില് 9ാമത്തെ ശ്ലോകത്തില് ഈ ധർമ്മത്തിനെ കുറിച്ച് വീണ്ടും പറയും. ഒക്യുപേഷണൽ ഡ്യൂട്ടീസ് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ നമ്മളിപ്പോ ധർമ്മത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഈ ധർമ്മം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്താണ്? ധർമ്മസ്യാഹി അപവർഗസ്യ നാർത്ഥോ അർത്ഥായോപകൽപതേ നാ അർത്ഥസ്യ ധർമ്മൈകാന്തസ്യ കാമോ ലാഭായ ഹി സ്മൃതഃ. വളരെ ഇമ്പോർട്ടന്റ് ശ്ലോകങ്ങളാണ്. കുറച്ച് ഫിലോസഫിക്കലാണ്, പക്ഷെ നമ്മളിത് മനസ്സിലാക്കി വെക്കണം. ഭാഗവതത്തില് പാസ്റ്റ് ടൈംസ് അല്ലെങ്കിൽ ലീലകൾ തുടങ്ങുന്നതിന് മുമ്പേ എന്ത് ചെയ്യണം? നമ്മൾ നേരെ ചാടിക്കേറി 10ാമത്തെ ക്യാൻഡോയിൽ എത്തിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് കേൾക്കുകയോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനും ഗോപിമാരുമുള്ള ലീലകളെ കുറിച്ച് കേൾക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവുകയില്ല. അതുകൊണ്ടാണ് ഇവിടെ മുതലേ നമ്മൾ തുടങ്ങുന്നത്. എവിടെ തുടങ്ങുന്നത്? ധർമ്മം എന്താണ്, പരോധർമ്മം എന്താണ്, ഭക്തി എന്താണ്, എന്താണ് ഭക്തി ചെയ്യേണ്ടതിന്റെ ആവശ്യം, ഭഗവാന്റെ മറ്റ് അവതാരങ്ങളെ കുറിച്ച് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ 10th ക്യാൻഡോയിൽ പോകുന്നത്. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? 9ാമത്തെ ക്യാൻഡോ, ധർമ്മസ്യാഹ്യപവർഗസ്യ നാർത്ഥോ അർത്ഥായ കൽപ്പതേ നാർത്ഥസ്യ ധർമ്മൈകാന്തസ്യ കാമോ ലാഭായ ഹി സ്മൃതഃ. എന്താണ് പറയുന്നത്? ധർമ്മ വിവർത്തനം, അഖില ധർമ്മകർമ്മങ്ങളും നമ്മളിപ്പോ പറഞ്ഞ ഒക്യുപേഷണൽ ഡ്യൂട്ടി നിശ്ചയമായും എന്തിനെ ഉദ്ദേശിച്ചുള്ളതാണ്? അപവർഗസ്യ. പാവർഗ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സംസ്കൃതത്തിൽ പാവർഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 നമ്മുടെ അക്ഷരമാലയിലെ 5 അക്ഷരങ്ങൾ പ, ഭ, ബ, ഭ, മ. ഇങ്ങനെ 5 അക്ഷരങ്ങളുണ്ട്. ഈ 5 അക്ഷരങ്ങൾ കൊണ്ട് നമ്മളുടെ ഭൗതിക ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങളെ ഇവർ എന്ത് ചെയ്യുന്നു? പ്രതിനിധീകരിക്കുന്നു. പ, ഭ, ബ, ഭ, മ. ഇതാണ് പാവർഗം എന്ന് പറയുന്നത്. എന്തായിരിക്കും ഈ പാവർഗത്തിലെ പ? പ എന്ന് പറയുന്നത് പരിശ്രമം. ഭൗതിക ലോകത്തിൽ വന്ന് ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ എന്ത് ചെയ്യും? കണ്ടീഷൻ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ആ ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ പരിശ്രമം ചെയ്യും. എന്ന് വെച്ചാൽ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഭക്ഷണം കഴിക്കുന്നതും ഒരു കർമ്മമാണ്, ശ്വാസം വലിക്കുന്നതും ഒരു കർമ്മമാണ്. എവിടെയെങ്കിലും അടങ്ങി കുത്തിയിരുന്നാൽ പോലും നമ്മൾ വിശപ്പ് അല്ലെങ്കിൽ ജീവനും പരിപാലിക്കണം എന്നുണ്ടെങ്കിൽ ഈ 2 കർമ്മങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ജോലി ചെയ്യുന്നത് ഒരു കർമ്മമാണ്. ഇതെല്ലാം എന്താണ്? പരിശ്രമമാണ്. എന്തിന്? നമ്മളുടെ ഭൗതിക ലോകത്തിൽ നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ പ എന്ന് പറയുന്നത് പരിശ്രമം. 2ാമത്തേത് എന്താണ്? ഫ. പ, ഫ. ഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേനം എന്ന് പറയും. ഫേനം. ഫേനം എന്ന് പറഞ്ഞാൽ വായിൽ നുരയും പതയും വരുന്നതിനാണ് ഫേനം എന്ന് പറയുന്നത്.
എന്താണ് ഇവിടെ ഫേനത്തിന്റെ ഇമ്പോർട്ടൻസ്? പരിശ്രമം ചെയ്തു കഴിയുമ്പോൾ അമിത പരിശ്രമം, ഭൗതിക ലോകത്തിൽ നമ്മളെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇന്ദ്രിയ സുഖങ്ങൾ മാത്രം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പരിശ്രമം ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ പരിശ്രമം ചെയ്ത് 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 ഒരാൾ ക്ഷീണിക്കും. നിങ്ങളറിയും, കുതിരയൊക്കെ ഒരുപാട് ഓടി ക്ഷീണിച്ചു കഴിയുമ്പോൾ അതിന്റെ വായിൽ നിന്ന് ഒരേയും പതിയും വരും. ഇതിനെയാണ് ഫേനം എന്ന് പറയുന്നത്. എന്താണ്? അശ്രാന്ത പരിശ്രമത്തിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ് ഈ ഫേനം എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ ഫ എന്ന് പറയുന്നത് ഫേനം. ആ പരിശ്രമത്തിന്റെ ഇതെന്താണ്? ഫേനം. പ പ. ഇനി അടുത്തത് ബ. ഈ പരിശ്രമം കൊണ്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്? അച്ഛൻ, അമ്മ, സഹോദരന്മാർ, സഹോദരിമാർ, ഭാര്യ, മക്കൾ, ഇവർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ഭൗതിക ലോകത്ത്. അപ്പൊ എന്ത് സംഭവിക്കും? റിലേഷൻഷിപ്സ്, ബന്ധനം. അതാണ് ബ. പ ഭ ബ. ബന്ധനം. ബന്ധനം എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്തിൽ ഈ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നമ്മളെ ഇവിടെ ബന്ധിപ്പിച്ചിടുകയേ ഉള്ളൂ. അതിനൊരു പ്രതിപ്രവർത്തനം കാണും. അതിൽ വീണ്ടും നമ്മൾ കർമ്മം ചെയ്യും, വീണ്ടും അതിനെ നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരും. ഇതെല്ലാം ബന്ധനത്തിലാക്കുകയാണ് ഒരു ജീവാത്മാവിനെ. അതാണ് ബ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ഭ. അത് ഏറ്റവും വലിയ കാര്യമാണ്. ഭയം. ഇങ്ങനെ നമുക്ക് എല്ലാ ദിവസവും ജീവിക്കാൻ പറ്റില്ലല്ലോ. എന്നെങ്കിലും ഒരിക്കൽ നമ്മൾക്ക് അവസാന പരീക്ഷ നേരിടേണ്ടി വരും. ഞാൻ ഈ ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം എന്ത് ചെയ്യേണ്ടി വരും? എനിക്ക് അതിന്റെ ആ ഒരു പ്രതിപ്രവർത്തനം നേരിടേണ്ടി വരും. തെറ്റ് ചെയ്യുന്നവർക്ക് അതിനെക്കുറിച്ച് ഭയമുണ്ടാകും. ഇതിനെയാണ് ഭ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ ഭ ബ ഭ. ഭയം. ഇനി അവസാനത്തെ മാ. അവസാനത്തെ പരീക്ഷ എന്താണ്? മൃത്യു. മൃതി അല്ലെങ്കിൽ മൃത്യു. ഇതൊക്കെ എവിടെയുള്ള കാര്യമാണ്? ഭൗതിക ലോകത്തിലുള്ള കാര്യമാണ്. അതുകൊണ്ട് ഭൗതിക ലോകത്തിനെ പവർഗ എന്ന് പറയും. എന്താണ് അപവർഗ? ഇതിനെല്ലാം നള്ളിഫൈ ചെയ്യുന്നതിനെ, അല്ലെങ്കിൽ ഇതിൽ നിന്നും ഉന്നതമായിട്ടുള്ളത്. അതെന്താണ്? ഇതൊന്നും ഇല്ലാത്ത സ്ഥലം ഏതാണ്? ആധ്യാത്മിക ലോകം മാത്രമാണ്. ബ്രഹ്മദേവന്റെ ലോകം, സത്യലോകം മുതൽ പാതാള ലോകങ്ങൾ, 14 ലോകങ്ങൾ, നിങ്ങൾ എന്തൊക്കെ ബ്രഹ്മാണ്ടങ്ങൾ എടുത്താലും ഈ ഭൗതിക ലോകത്തിൽ എവിടെ പോയാലും പ ഭ ബ ഭ മ ഉൾപ്പെടുന്ന പരിശ്രമ, ഫേന, ബന്ധ, ഭയ, മൃത്യു, ഇത് ഉൾപ്പെടുന്ന എല്ലാ സാധനങ്ങളും എവിടെ കാണും? നിങ്ങൾ പോകുന്നിടത്ത് എല്ലായിടത്തും കാണും, അല്ലെങ്കിൽ നമ്മൾ പോകുന്നിടത്ത് എല്ലായിടത്തും കാണും. അപ്പോൾ പവർഗം എന്ന് പറയുന്നത് ഭൗതിക ലോകമാണ്. അപ്പൊ അപവർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അതില്ലാത്ത സ്ഥലം. അതെവിടെയാണ്? ഭഗവാന്റെ അടുത്ത് പോയാൽ മാത്രമേ അതില്ലാതെ, ആധ്യാത്മിക ലോകങ്ങളിൽ മാത്രമേ അതില്ലാതിരിക്കത്തുള്ളൂ. അപ്പൊ എന്താണ് ഇവർ പറയുന്നത്? സൂതഗോസ്വാമി പറയുകയാണ്, ധർമ്മസ്യാഹി അപവർഗസ്യ. നിങ്ങൾ ചെയ്യുന്ന ധർമ്മത്തിന്റെ ഉദ്ദേശം എന്താണ്? അപവർഗം കിട്ടുക എന്ന്. അതായത് അപവർഗത്തിനെ നമ്മൾ മുക്തി എന്നും പറയും, ലിബറേഷൻ എന്നും പറയും. അപവർഗം കിട്ടുക എന്നുള്ളതാണ് ഈ ധർമ്മത്തിന്റെയൊക്കെ ഉദ്ദേശം. നാർത്ഥോ അർത്ഥായോപകൽപ്പതേ. അത് ഒരിക്കലും ഭൗതിക നേട്ടങ്ങൾക്കായി അനുഷ്ഠിക്കുന്നത് മാത്രമല്ല. പിന്നെ അത് മാത്രമല്ല, ധർമ്മസ്യ ഐകാന്തസ്യ കാമോലാഭായ ഹി സ്മൃത. സ്മൃത എന്ന് പറഞ്ഞാൽ മഹർഷിമാരാൽ വർണ്ണിക്കപ്പെട്ടിരിക്കുന്ന കാര്യം എന്താണ്? ഋഷിശ്രേഷ്ഠന്മാരുടെ മതമനുസരിച്ച് പരധർമ്മത്തിൽ നിരതനായ ഒരുവൻ ഒരിക്കലും ഭൗതിക നേട്ടങ്ങളെ ഇന്ദ്രിയ സംതൃപ്തിക്കായി ഉപയോഗിക്കരുത്. എന്തിനാണ് ആൾക്കാർ കർമ്മം ചെയ്യുന്നത്? ഇന്ദ്രിയ സുഖഭോഗത്തിന് വേണ്ടിയിട്ട്. അർത്ഥം കിട്ടുക, ധർമ്മം ചെയ്യുക അല്ലെങ്കിൽ കർമ്മം ചെയ്യുക, അതിന്റെ അനുസരിച്ച് അർത്ഥം കിട്ടുക, അർത്ഥം ലഭിക്കുന്നതിനനുസരിച്ച് കാമത്തിനെ സാറ്റിസ്ഫൈ ചെയ്യുക. നമ്മളുടെ ആ ഒരു ആഗ്രഹങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ, തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സാധാരണ കർമ്മം ചെയ്യുന്നത്. പക്ഷെ ഇവിടെ സൂതഗോസ്വാമി പറയുന്ന അതിനല്ല. ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? അപവർഗസ്യ എന്നാണ് പറയുന്നത്. നാർത്ഥോ അർത്ഥായോപകൽപ്പതേ. അതുകൊണ്ട് ഭൗതിക നേട്ടങ്ങൾക്കായി അവ ഒരിക്കലും അനുഷ്ഠിക്കാൻ പാടില്ല. അതുമാത്രമല്ല, ഭൗതിക നേട്ടങ്ങൾ വന്നാലും അതിനെ ഇന്ദ്രിയ സംതൃപ്തിക്ക് ഉപയോഗിക്കാനും പാടില്ല. അപ്പൊ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരാൾക്ക് നോർമലി ഉണ്ടാകുന്ന അല്ലെങ്കിൽ ശാരീരികമായിട്ടുണ്ടാകുന്ന ഈ ഒരു ചോദനകളെ അതിനെ എന്ത് ചെയ്യും? അപ്പൊ സൂതഗോസ്വാമി അടുത്ത ശ്ലോകം പറയും. ഏത് ശ്ലോകം? 10ാമത്തെ ശ്ലോകം. 10ാമത്തെ ശ്ലോകം എന്താണ്? നോർമലി ഉള്ള ആ ഒരു ഭൗതിക നേട്ടങ്ങളെ എന്തിനു വേണ്ടി ഉപയോഗിച്ചുകൂടാ എന്ന് പറഞ്ഞു? ഇന്ദ്രിയ സന്ദർപ്പണത്തിന് വേണ്ടി ഉപയോഗിച്ചുകൂടാ എന്ന് പറയുന്നു. അപ്പൊ പിന്നെ
ഇന്ദ്രിയ സന്ദർപ്പണം, സാധാരണ ഇന്ദ്രിയ സന്ദർപ്പണം എങ്ങനെ ചെയ്യും? അല്ലെങ്കിൽ സാധാരണ മനുഷ്യരുടെ അല്ലെങ്കിൽ ചോദനകൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഒട്ടുമേ പാടില്ല എന്നാണോ? അല്ല. ഇവിടെ എന്താണ് പറയുന്നത്? 10ാമത്തെ ശ്ലോകത്തില് എന്താണ് പറയുന്നത്? കാമസ്യ നേ ഇന്ദ്രിയ പ്രീതിർ. നമ്മൾ പ്രഭു ആ ശ്ലോകം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാമോ? കാമസ്യ ന ഇന്ദ്രിയ പ്രീതിർ. എന്താണ് പിന്നെ അതുകൊണ്ട് ധർമ്മം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ അല്ല. യെസ്. കാമസ്യ നേന്ദ്രിയ പ്രീതിർ ലാഭോ ജീവേത യാവതാ ജീവസ്യ തത്വജിജ്ഞാസ നാർത്ഥോ യശ്ചേഹ കർമഭിഃ. കാമസ്യ നേന്ദ്രിയ പ്രീതിർ ലാഭോ ജീവേത യാവതഃ ജീവസ്യ തത്വജിജ്ഞാസ നാർത്ഥോ യശ്വേഹ കർമഭിഃ. എന്താണ് അവർ പറയുന്നത്? കാമസ്യ ന ഇന്ദ്രിയ പ്രീതി. ജീവിത അഭിലാഷങ്ങളെ ഒരിക്കലും ഇന്ദ്രിയ സംതൃപ്തിയിലേക്ക് തിരിച്ചുവിടരുത്. അത് എല്ലാവരും ചെയ്യും, മൃഗങ്ങളും ചെയ്യും. എന്ത് ചെയ്യും മൃഗങ്ങള്? അവര് എന്താണ് മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. ആഹാര നിദ്ര ഭയമൈഥുനം ച സാമാന്യം ഏതത് പശുഭിർ നരാണാം. നരനും പശുവിനും സാമാന്യമായിട്ടുള്ള ഒരു കാര്യം, 4 കാര്യങ്ങളുണ്ട്. ആഹാര നിദ്ര ഭയമൈഥുനം. ഇതെല്ലാവർക്കും ഒരുപോലെയാണ്. മൃഗങ്ങൾക്ക് ശരീരം, പട്ടിക്കും പൂച്ചയ്ക്കും പന്നിക്കും ഒക്കെ ഉള്ള ആഹാര നിദ്ര ഭയമൈഥുനം തന്നെയാണ് ആർക്കും ഉള്ളത്? നരനും ഉള്ളത്. സാമാന്യം ഏതത് പശുഭിർ നരാണാം ധർമ്മോ ഹി തേഷോ അധികോ വിശേഷോ. അധികമായിട്ടുള്ള ഒരു വിശേഷം എന്താണ് നരനുള്ളത്? ധർമ്മം, തിരിച്ചറിവ്. അല്ലെങ്കിൽ ഈ ജീവിതം എന്ന് പറയുന്നത് ആഹാര നിദ്ര ഭയമൈഥുനം ഇതൊക്കെ ഇതിനു വേണ്ടി മാത്രമുള്ളതാണ് എന്നുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് ഉപരിയായിട്ട് എൻ്റെ ജീവിതത്തിന് ഇനി എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടാവാം. ഞാൻ ആരാണ്? ഈശ്വരൻ ആരാണ്? ഇതിനെല്ലാത്തിനും എന്താണ് എൻ്റെ ഈ ജന്മത്തിന് തന്നെ എന്താണ് കാരണം? ഞാൻ എന്തിനാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ഇതൊക്കെ ചിന്തിക്കാനുള്ള തിരിച്ചറിവിനെയാണ് എന്ത് പറയുന്നത്? ധർമ്മം അല്ലെങ്കിൽ ധർമ്മത്തിനെ കുറിച്ച് അറിയാനുള്ള ആ ഒരു ത്വര എന്ന് പറയുന്നത്. ധർമ്മ ആഹാര നിദ്ര ഭയമൈഥുനം ച സാമാന്യം ഏതത് പശുഭിർ നരാണാം ധർമ്മോ ഹി തേഷോ അധികോ വിശേഷോ ധർമ്മേന ഹീന പശുഭി സമാന. ഇത് ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളും മൃഗങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് പുരാണങ്ങളിൽ ചോദിക്കുന്നു. ഇവിടെയും അത് തന്നെ ചോദിക്കുന്നു. ജീവിതാഭിലാഷങ്ങളെ ഒരിക്കലും ഇന്ദ്രിയ സംതൃപ്തിയിലേക്ക് തിരിച്ചുവിടരുത്. ഇന്ദ്രിയ സംതൃപ്തി നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ കിട്ടും. ശാരീരിക സൗഖ്യത്തിനുപരിയായി മറ്റൊന്നും തന്നെ ആഗ്രഹിക്കരുത്. ഇവിടെ പറയുന്നു ബേസിക് നീഡ്സ്. എന്താണ് നമ്മളുടെ ബേസിക് നീഡ്സ്? എന്ത് വേണം? നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇതെല്ലാം വേണം. നമ്മളുടെ റിലേറ്റീവ്സും മറ്റ് ആൾക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള ഒരു നല്ല കെട്ടുറപ്പുള്ള ഒരു ഒരു ചുറ്റുപാട് നമുക്കുണ്ടെങ്കിൽ വളരെ സമാധാനമായിട്ട് നമുക്ക് ജീവിക്കാം. ഇനി അതിനും അപ്പുറത്തായിട്ട് ഒരുപാട് കൂട്ടിക്കൊണ്ടുവരണം. ഒരുപാട് ധനം സമ്പാദിക്കണം, അല്ലെങ്കിൽ ഒരുപാട് പരിശ്രമം ചെയ്യണം, ഒരുപാട് സ്ഥാനം, അഭിലാഷങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ജീവിതം തീരുന്നത് വരെ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ജീവിതം തീരുമ്പോൾ നമുക്ക് ധർമ്മസ്വാനുഷ്ഠിത പുംസം വിശ്വക്സേന കഥാസൂയ നോ ഉത്പാദയേത് യതിരതിം ശ്രമയേവ ഹി കേവലം. അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന എന്ത് സംഭവിക്കും? അതിൽ തന്നെ പോകും. കാരണം എന്താണ്? മനുഷ്യജന്മം, ജീവസ്യ തത്വജിജ്ഞാസ, തത്വത്തിനെ കുറിച്ചുള്ള ജിജ്ഞാസ, എന്താണ് അറിയാനുള്ള അന്വേഷണത്തിന് വേണ്ടിയുള്ളതാണ് മനുഷ്യജന്മം. നമ്മുടെ പ്രവർത്തന ലക്ഷ്യം മറ്റൊന്നും തന്നെയാകരുത്. എന്ത് നല്ല ഉപദേശമാണ്. പക്ഷെ നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടും. കാരണം പൂർണ്ണമായിട്ടും നമ്മൾ ഭൗതികമായിട്ടുള്ള കാര്യത്തിൽ മാത്രമാണ് ഇരിക്കുന്നതെങ്കിൽ ഇത് ഒരിക്കലും നമുക്ക് മനസ്സിലാകാൻ പോകുന്നില്ല. നമ്മൾ ചോദിക്കും, ആഹാരം, വസ്ത്രം, പാർപ്പിടം, ബന്ധങ്ങൾ, പിന്നെ സമ്പത്ത്, കുറച്ചൊക്കെ ബാങ്ക് ബാലൻസ്, ഇതൊന്നും ഇല്ലാതെ എങ്ങനെ ജീവിക്കും? ഇതൊന്നും വേണ്ടെന്ന് പറയുന്നില്ല.
ഇതൊക്കെ വേണം. പക്ഷെ എന്താണ്, ജീവിതാഭിലാഷങ്ങൾ ഇതിനു വേണ്ടി മാത്രമാവരുത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ലത്. പക്ഷേ ഇതിനും അപ്പുറത്ത് എന്താണ് നമ്മളുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്? തത്വജിജ്ഞാസ. എന്താണ്? നിരപേക്ഷ സത്യത്തെക്കുറിച്ചുള്ള അന്വേഷണം. അതിനാണ് തത്വജിജ്ഞാസ എന്ന് പറയുന്നത്. തത്വം എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ളതിനേക്കാളിലും അപ്പുറത്തുള്ള സത്യം, നിരപേക്ഷ സത്യം എന്ന് പറയും. ജിജ്ഞാസ അതിനെ അന്വേഷിക്കുക. അതല്ലാതെ കാമത്തിന് വേണ്ടി, ഇന്ദ്രിയപ്രീതിക്ക് വേണ്ടി മാത്രമല്ല മനുഷ്യർ ശ്രമിക്കേണ്ടത് എന്ന് പറയുന്നു. ഭക്തിയെക്കുറിച്ച് പറയുകയാണ്. ആദ്യം എന്ത് പറഞ്ഞു? പരോധർമ്മം പറഞ്ഞു. രണ്ടാമത് എന്ത് പറഞ്ഞു? അപ്പൊ ധർമ്മത്തിനെ കുറിച്ച് എന്ത് പറയുന്നു? ധർമ്മം എന്ന് പറയുന്നത് ഇന്ദ്രിയപ്രീതിക്ക് വേണ്ടി അല്ല എന്ന് പറഞ്ഞു. ധർമ്മം എന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തൊക്കെ നിങ്ങൾ ധർമ്മം അനുഷ്ഠിച്ചാലും അതുകൊണ്ട് ഭഗവാനോടുള്ള അട്രാക്ഷൻ വരുന്നില്ലെങ്കിൽ അതെല്ലാം വെറും പരിശ്രമമാണെന്ന് പറഞ്ഞു. അത് അപവർഗത്തിന് വേണ്ടിയാണ് നമ്മൾ ധർമ്മം അനുഷ്ഠിക്കേണ്ടതെന്ന് പറയുന്നു. ഇവിടെ പറയുന്നു കാമത്തിന് വേണ്ടിയിട്ടും ഇന്ദ്രിയപ്രീതിക്കും മാത്രമല്ല മനുഷ്യർ ജീവിച്ചിരിക്കേണ്ടത്. അവരെന്താണ് ചെയ്യേണ്ടത്? തത്വജിജ്ഞാസയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു. തത്വജിജ്ഞാസ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്രയധികം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടും അവസാനം എന്ത് സംഭവിക്കും? സീറോ. പിന്നെയും നമുക്ക് ജനനം മരണം ഇത് തന്നെ. നമുക്ക് തിരികെ എവിടേക്ക് പോകാൻ പറ്റില്ല? അപവർഗത്തിലേക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പോ ഇവിടെ നിങ്ങൾ ചോദിക്കാം, തത്വജിജ്ഞാസയെ കുറിച്ച് പറഞ്ഞു. നമുക്ക് ബേസിക് ആയിട്ടുള്ള നമ്മളെ ആഹാരം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ ഈ കാര്യങ്ങളെല്ലാം, എമർജൻസിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വേണം. നമ്മൾ സാധാരണ പറയാറില്ലേ, എന്താണ് പറയുന്നത്? സിമ്പിൾ ലിവിങ്, ഹൈ തിങ്കിങ് എന്ന് പറയില്ലേ? അതായത് നമ്മളുടെ സിമ്പിൾ ലിവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ ഒരാൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം വേണം. ഹൈ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ആ സിമ്പിൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ജീവിച്ചുകൊണ്ട് തന്നെ അയാൾക്ക് ഉന്നത ചിന്താഗതി വളർത്തിയെടുക്കണം, ഉയർന്ന ചിന്താഗതി വളർത്തിയെടുക്കണം. അതാണ് എന്ത് പറയുന്നത്, ഇവർ പറയുന്നത്. ഇപ്പൊ ധർമ്മത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇവിടെ ഒരു വാക്ക് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. തത്വജിജ്ഞാസ. അപ്പൊ സൂതഗോസ്വാമി തത്വജിജ്ഞാസ എന്ന് പറയുമ്പം എന്താണ് ഈ തത്വം എന്ന് ആര് ചോദിക്കും? ശൗനകാദി ഋഷിമാർ ചോദിക്കും. അപ്പൊ സൂതഗോസ്വാമി തത്വത്തിനെ കുറിച്ച് പറയാൻ പോവുകയാണ്. 11ാമത്തെ ശ്ലോകം. എന്താണ് ഈ തത്വം? ഇപ്പൊ പറഞ്ഞു ജീവന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? തത്വജിജ്ഞാസയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഈ തത്വജിജ്ഞാസ? യെസ്, എന്താണ് തത്വജിജ്ഞാസ? 11ാമത്തെ ശ്ലോകം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകം. വദന്തി തത്വവിദസ് തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത്തെ. വദന്തി തത്വവിദസ് തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത്തെ. ഇനി ആരാണ് ഈ തത്വം? ഇപ്പൊ നിരപേക്ഷ തത്വത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടു. ശരി, സൂതഗോസ്വാമി നിരപേക്ഷ തത്വം എന്ന് പറയുമ്പോൾ ശൗനകാദി ഋഷികൾ നമുക്ക് വേണ്ടി ചോദിക്കുകയാണ്, ആരാണി തത്വം? ഇതാ നോക്കൂ, 11ാമത്തെ ശ്ലോകത്തിൽ എന്താണ് ഈ തത്വം എന്നും പറഞ്ഞു കഴിഞ്ഞു. വദന്തി പറയുന്നു. ആര് പറയുന്നു? തത്വവിദസ്, ആ തത്വത്തെ അറിഞ്ഞിരിക്കുന്നവർ പറയുന്നു. എന്താണ് ആ തത്വം എന്ന് പറയുന്നത്? അദ്വയം. പകരം വെക്കാൻ ഒന്നുമില്ലാത്തതിനെയാണ് അദ്വയം എന്ന് പറയുന്നത്. സമനായിട്ടോ അദ്ദേഹത്തിന് ഉയർന്നവനായിട്ടോ അദ്ദേഹത്തിന് തുല്യനായിട്ടോ ആരുമില്ലാത്തതിനെയാണ് എന്ത് പറയുന്നത്? അദ്വയം എന്ന് പറയുന്നത്. തത്വവിദുക്കൾ, അതായത് വിജ്ഞാനിയായിട്ടുള്ള ആൾക്കാർ പ്രസ്താവിക്കുന്നു, ഈ തത്വം എന്ന് പറയുന്നത് 3 തരത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്? അറിയാൻ പോകുന്നത്. എന്താണ്? ബ്രഹ്മേതി, അവ്യക്തിഗത ബ്രഹ്മം. പരമാത്മേതി, പരമാത്മാവ്, സ്ഥാനീയ പരമാത്മാവ്. ഭഗവാൻ, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ. ഇതി ശബ്ദത്തെ. ഇങ്ങനെ 3 തരത്തിൽ എന്താണ് ഈ നിരപേക്ഷ തത്വത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇത് ഫിലോസഫിയാണ്, എന്നാലും നമുക്ക് വളരെയധികം ആവശ്യമായിട്ടുള്ള ഫിലോസഫിയാണിത്. എന്താണ് ഈ തത്വജിജ്ഞാസ എന്നതിന്റെ ബാക്കിയാണ് സൂതഗോസ്വാമി പറയുന്നത്. വദന്തി തത്വവിദസ് തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത്തെ. 3 തരത്തിൽ നിങ്ങൾ ആ പരമസത്യത്തെ മനസ്സിലാക്കണം. എങ്ങനെയാണ് 3 തരത്തിൽ മനസ്സിലാക്കുന്നത്? ബ്രഹ്മൻ, പരമാത്മാ, ഭഗവാൻ. ബ്രഹ്മൻ,
പരമാത്മ, ഭഗവാൻ. ഇനി എന്താണ് ഇത്? ഈ 3 തരത്തിലുള്ള എങ്ങനെയാണ് പരമദിവ്യോത്തമ പുരുഷൻ, അതായത് ഭഗവാനെ 3 തരത്തിൽ മനസ്സിലാക്കുന്നത് എന്ന് വളരെ ചെറുതായിട്ട് ഇവിടെ പറയും. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വീണ്ടും ഒരുപാട് തവണ പറയും. വളരെ ചെറുതായിട്ട് ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എന്നുള്ള ഒരു കാര്യം എല്ലാവരും നമുക്ക് അനുഭവവേദ്യമായിട്ടുള്ള കാര്യമാണ്. ട്രെയിൻ അല്ലേ? ഒരു സ്ഥലത്ത് ഒരു സ്കൂളിൽ നിന്ന് ഒരു ടീച്ചറിനോടൊപ്പം കുറേ കുട്ടികൾ ട്രെയിൻ ആദ്യമായിട്ട് കാണാൻ പോവുകയാണ്. ആ കുട്ടികൾ ഇതുവരെ ട്രെയിൻ കണ്ടിട്ടേ ഇല്ല, കൊച്ചുകുട്ടികൾ. അപ്പോൾ ട്രെയിൻ എന്താണെന്ന് അവർ കാണാൻ പോവുകയാണ്. അപ്പോൾ ഇവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് അവർ ആ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് ദൂരേക്ക് നോക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ നിന്നും ദൂരെ നിന്നും ആ ട്രെയിൻ വരുന്നു. ട്രെയിൻ വരുമ്പോൾ ആദ്യം വരുന്നത് ശബ്ദം, വെളിച്ചം. ഇതാണ് ദൂരെ നിന്നും വരുന്ന ശബ്ദം, സൈറനാണ് വരുന്നത്. അപ്പോൾ കുറച്ച് കുട്ടികൾ ചോദിച്ചു, ഇതാണോ ട്രെയിൻ? അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇതാണ് ട്രെയിൻ. ആദ്യത്തെ എന്താണ്? ഒന്നുമില്ല, രൂപം ഒന്നുമില്ല, വെറും ഒരു ശബ്ദവും വെളിച്ചവും മാത്രമാണ് അവർ കാണുന്നത്. അപ്പോൾ എന്താണ് അവർ കാണുന്നത്? സൈറൻ കേൾക്കുമ്പോൾ അവർ ചോദിക്കുന്നു, ഇത് ട്രെയിൻ ആണോ എന്ന്. അപ്പോൾ ടീച്ചർ ഉത്തരം പറയുന്നു, ഇത് ട്രെയിൻ ആണ് എന്ന് പറയുന്നു. വീണ്ടും അവിടെ നിന്നും ആ വെളിച്ചവും കണ്ട് എന്ത് ചെയ്യുന്നു? ദൂരെ നിന്നും ട്രെയിൻ വരുന്നത് കാണുമ്പോൾ അവർക്ക് ആ ബോഗികളൊക്കെ അവ്യക്തമായിട്ട് കാണാൻ പറ്റുന്നു. അപ്പോൾ ടീച്ചറിനോട് ആ കുട്ടികൾ ചോദിക്കുന്നു, ഇതാണോ ട്രെയിൻ എന്ന് ചോദിക്കുമ്പോൾ ടീച്ചർ പറയുന്നു, ഇതാണ് ട്രെയിൻ എന്ന് പറയുന്നു. വീണ്ടും തീർന്നില്ല. ട്രെയിൻ വന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന് അതിൻ്റെ അകത്ത് ബോഗികളുണ്ട്, അതിൻ്റെ അകത്ത് ജനങ്ങളുണ്ട്, അതിൻ്റെ അകത്ത് ചായ വിൽപ്പനക്കാരുണ്ട്, വട വിൽപ്പനക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങോട്ട് ഇറങ്ങുകയും കയറുകയും ചെയ്യാം. പിന്നെ ട്രെയിൻ കുറച്ചു നേരം നിർത്തിയിട്ടാൽ ഈ കുട്ടികൾക്ക് അതിനകത്ത് കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ ടീച്ചറിനോട് ചോദിച്ചു, ഇതാണോ ട്രെയിൻ? അപ്പോൾ കുട്ടികൾക്ക് ഉത്തരം കിട്ടി, ഇതാണ് ട്രെയിൻ എന്ന്. അപ്പോൾ നിങ്ങൾ പറയൂ, ഇത് 3ഉം ട്രെയിനാണ്. പക്ഷേ വ്യത്യാസം എന്താണ്? 3നെയും 3 തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മനസ്സിലാക്കുന്നത്. ഒരു ട്രെയിൻ നമ്മൾ എന്ത് ചെയ്യാം? അതിന്റെ വെളിച്ചവും ശബ്ദവും കൊണ്ട് ട്രെയിൻ ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം. അതിന് രൂപം കാണണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ആ ട്രെയിൻ യഥാർത്ഥത്തിൽ രൂപമുള്ളതാണ്. ദൂരെ നിന്ന് വരുമ്പോൾ നമുക്ക് വെളിച്ചവും ശബ്ദവും മാത്രം കൊണ്ട് ട്രെയിൻ ആണെന്ന് മനസ്സിലാക്കാം. ഇനി രണ്ടാമത് ദൂരെ നിന്ന് അവ്യക്തമായിട്ട് അതിന്റെ ബോഗികൾ കാണാം. ഇനി മൂന്നാമത് അത് വന്ന് നിൽക്കുമ്പോൾ പേഴ്സണലി നമുക്ക് അതിൻ്റെ അകത്ത് വ്യക്തിപരമായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് ഉള്ള കാര്യങ്ങളെ അനുഭവിച്ചറിയാം. ഇത് 3ഉമാണ് ബ്രഹ്മൻ, പരമാത്മാ, ഭഗവാൻ തമ്മിലുള്ള വ്യത്യാസം. ബ്രഹ്മൻ എന്ന് പറയുന്നത് ഭഗവാന്റെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ശരീരത്തിൽ നിന്നും ഉള്ള ആ ഒരു രശ്മി, അല്ലെങ്കിൽ പ്രഭ, അല്ലെങ്കിൽ വെളിച്ചം, അല്ലെങ്കിൽ എഫൾജൻസ് എന്ന് നമ്മൾ പറയും. അതിന് എന്താണ്? അത് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് ഭഗവാൻ എന്ത് ചെയ്യും? രൂപമുള്ളതാണെന്ന് മനസ്സിലാവുകയില്ല. ഭഗവാൻ ഒരു വെളിച്ചമാണ്. ഈശ്വരൻ എന്ന് പറയുന്നത് രൂപമില്ലാത്തവനാണ്, അരൂപിയാണ്. ഈശ്വരന് രൂപമുണ്ട്, രൂപവും ഇല്ലാത്തതുമുണ്ട്. കാരണം ഈ ബ്രഹ്മൻ എന്ന് പറയുന്നതും എന്താണ്? ഭഗവാൻ തന്നെയാണ്. ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നു, ബ്രഹ്മണോഹി പ്രതിഷ്ഠ അഹം. ഈ ബ്രഹ്മം എന്ന് പറയുന്നത് എന്നിലാണ് നിലനിൽക്കുന്നത്. അപ്പൊ ബ്രഹ്മം ഭഗവാനാണോ? ആണ്. പക്ഷെ ബ്രഹ്മം മാത്രമല്ല ഭഗവാൻ. വെളിച്ചവും ശബ്ദവും വന്നിട്ട് ട്രെയിൻ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ അത് മാത്രമല്ല ട്രെയിൻ എന്ന് നമ്മൾ പറയേണ്ടി വരും, അല്ലേ? അപ്പൊ ഇനി അടുത്തത് എന്താണ്? സ്ഥാനീയ പരമാത്മാവ്. എന്താണ് സ്ഥാനീയ പരമാത്മാവ്? ഓരോരുത്തരുടെയും ഹൃദയത്തില് നമ്മൾ നേരത്തെ പറഞ്ഞു, ക്ഷീരോദകശായി വിഷ്ണു ഭഗവാൻ എവിടെയിരിക്കുന്നു? ജീവാത്മാവിനോടൊപ്പം. ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. എന്താണ്? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഭഗവാൻ എവിടെ ഇരിക്കുന്നു? ഓരോരുത്തരുടെയും ഓരോ ജീവാത്മാവിന്റെയും ശരീരത്തിൽ അവരോടൊപ്പം ഹൃദ്ദേശേ അർജുന ഇരിക്കുന്നു. എന്താണ്? പരമാത്മാവ്, ക്ഷീരോദകശായി വിഷ്ണു. അപ്പൊ അദ്ദേഹം ഭഗവാൻ തന്നെയല്ലേ? ആണല്ലോ. ബ്രഹ്മൻ ഭഗവാൻ തന്നെയാണ്, പരമാത്മാവും ഭഗവാൻ തന്നെയാണ്. പക്ഷേ ഭഗവാൻ ഈ 2 രൂപങ്ങൾ മാത്രമല്ല, അരൂപിയായിട്ടുള്ള അല്ലെങ്കിൽ അവ്യക്തിഗതമായിട്ടുള്ള ബ്രഹ്മം മാത്രമല്ല ഭഗവാൻ, സ്ഥാനീയ പരമാത്മാവ് മാത്രമല്ല ഭഗവാൻ. പിന്നെ എന്താണ്? ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷൻ. സശംഖ ചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാരവക്ഷസ്ഥലശോഭികൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം.
പരമാത്മാവിന്റെ രൂപത്തെ കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട് വിഷ്ണു. പക്ഷേ അത് മാത്രമല്ല, എന്താണ് ഈ ഭഗവാന് ഇനിയൊരു രൂപമുണ്ട്. എന്താണ്? വേണും ക്വനന്തമരവിന്ദദലായതാക്ഷം ബർഹാവതം സമസിതാംബുദസുന്ദരാംഗം കന്ദർപ്പകോട്ടികമനീയ വിശേഷശോഭം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. എന്താണ്? ഗോവിന്ദം ആദിപുരുഷം. എന്താണ്? വേണും ക്വണന്തം അരവിന്ദദലായതാക്ഷം ബർഹാവതംസം അസിതാംബുദ സുന്ദരാംഗം കന്ദർപ്പകോട്ടി കമനീയ വിശേഷ ശോഭം. ഇതൊക്കെയാണ് ഭഗവാന്റെ രൂപം. അത് നമ്മൾ ഇഷ്ടം പോലെ ഇനിയും ഭാഗവതത്തിൽ കേൾക്കും. ഭഗവാൻ വിഷ്ണു രൂപത്തിൽ വന്നിട്ട് മഹർഷിമാർക്കും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നു. പൃഥു മഹാരാജാവിന് പ്രത്യക്ഷപ്പെടുന്നു. നാരസിംഹമൂർത്തിയായിട്ട് പ്രഹ്ലാദ മഹാരാജാവിന് പ്രത്യക്ഷപ്പെടുന്നു. വാമനമൂർത്തിയായിട്ട് ബലി മഹാരാജാവിന് പ്രത്യക്ഷപ്പെടുന്നു. ശ്രീരാമചന്ദ്രമൂർത്തിയായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. അഹല്യയ്ക്ക് എല്ലാവർക്കും ഭഗവാൻ എന്തായിട്ട് പ്രത്യക്ഷപ്പെടുന്നു? അദ്ദേഹത്തിന്റെ വ്യക്തിഗത രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഈ ഭഗവാൻ പരമദിവ്യോത്തമോഷനായ ഭഗവാൻ ആ വ്യക്തിത്വമുള്ള ഭഗവാൻ ആണ് എന്ന് മനസ്സിലാക്കുന്നതാണ് ഭഗവാനെ പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭഗവാനോട് ഇന്ററാക്ട് ചെയ്യുന്നത് അപ്പോഴാണ്. സ്ഥാനീയ പരമാത്മാവിനെ ധ്യാനിക്കുവാൻ വേണ്ടി മാത്രമേ പറ്റുകയുള്ളൂ. അദ്ദേഹത്തോട് എന്താണ് പ്രേമപൂർവമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ പറ്റുകയില്ല. അവ്യക്തിഗത ബ്രഹ്മത്തിനെ എന്ത് ചെയ്യാനേ പറ്റുകയുള്ളൂ? ഇടപെടലുകൾ നടത്താൻ പറ്റുകയില്ല. അദ്ദേഹത്തിന് രൂപമില്ല, പിന്നെ എങ്ങനെയാണ് ഇടപെടലുകൾ നടത്താൻ പറ്റുന്നത്? ആരോടാണ് ഇടപെടൽ നടത്താൻ പറ്റുന്നത്? ഭഗവാനും ഭക്തനും തമ്മിലുള്ള ക്രയവിക്രയങ്ങൾ നടക്കുന്നത് ആ പൂർണ്ണ പുരുഷോത്തമൻ അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള അദ്ദേഹത്തിന്റെ രൂപത്തിൽ മാത്രമാണ്. യശോദമയ്യ. പിന്നെ എന്താണ്? ആ പരമദിവ്യോത്തമ പുരുഷൻ സ്വന്തം ഭക്തയുടെ പരിശ്രമം കണ്ടിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഒരലില് സ്വയം ബന്ധിതനാവാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നു. അങ്ങനെയുള്ള മാധുര്യമായിട്ടുള്ള അല്ലെങ്കിൽ വാത്സര്യമായിട്ടുള്ള പിന്നെ സുഹൃത്തുക്കൾ അവിടെ എല്ലാവരും വന്നിട്ട് കൈകൂപ്പി തൊഴുത് വണങ്ങി നിൽക്കുന്ന ഭഗവാന് ഇവിടെ ഗോലോകത്തിൽ വന്നിട്ട് വൃന്ദാവനത്തിൽ വന്നിട്ട് ആ കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഭഗവാന്റെ തോളിൽ കയറിയിരിക്കുന്നു. ഭഗവാന്റെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് ഭക്ഷണം കഴിക്കുന്നു. ഭഗവാനുമായിട്ട് മത്സരം യുദ്ധമുണ്ടാക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നു. എന്തിന്? ഭഗവാനോടുകൂടി കളിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് താല്പര്യമുണ്ട്. എന്താണ്? കൃത പുണ്യ പുഞ്ച. എന്താണ്? പുണ്യമാണ് അവർക്കുള്ളത്. കൃത പുണ്യ പുഞ്ച നമ്മൾ വായിക്കും, 10ാമത്തെ സ്കന്ധത്തിൽ വായിക്കും ഇതെല്ലാം. അപ്പോ ഇവിടെ എന്താണ് പറയുന്നത് സൂത ഗോസ്വാമി? 3 തരത്തിൽ നിങ്ങൾക്ക് ഭഗവാനെ റിയലൈസ് ചെയ്യാം. വദന്തി തത്വവിദസ് തത്വം യജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത്തെ. 3 തരത്തിൽ. അപ്പോ എന്താണ്? 3 തരത്തിലാണ് നമ്മൾ ഭഗവാനെ എന്ത് ചെയ്യുന്നത്? റിയലൈസ് ചെയ്യുന്നത്. അപ്പോ ഭക്തിയെ കുറിച്ച് 11ാമത്തെ ശ്ലോകത്തിലാണ് നമ്മളിപ്പോ കണ്ടത്. വദന്തി തത്വവിദസ് തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത്തെ. പിന്നെ ഈ അബ്സല്യൂട്ട് ട്രൂത്ത് നമ്മൾ മനസ്സിലാക്കി. എന്ത്? ഈ തത്വം എന്ന് പറയുന്നത് തത്വജിജ്ഞാസനെ കുറിച്ച് പറഞ്ഞപ്പം തത്വം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. തത്വം എന്താണെന്ന് പറഞ്ഞപ്പോ ഈ തത്വത്തെ ഇനി എങ്ങനെ മനസ്സിലാക്കും എന്നവർ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന് ഉത്തരം? തത്വത്തെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് എന്നാണ് 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. 12ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് തശ്രദ്ധദാന പുരുഷ തശ്രദ്ധദാന മുനയോ ജ്ഞാന വൈരാഗ്യയുക്തയ പശ്യന്ത്യാത്മനി ചാത്മാനം ഭക്ത്യാ ശ്രുതഗൃഹീതയാ. തശ്രദ്ധദാന മുനയോ ജ്ഞാന വൈരാഗ്യയുക്തയാ പശ്യന്ത്യാത്മനി ചാത്മാനം ഭക്ത്യാ ശ്രുതഗൃഹീതയാ. എന്താണ്? ആരാണ്? തശ്രദ്ധദാന മുനയ. ശ്രദ്ധാധാന എന്ന് പറഞ്ഞാൽ ഗൗരവമായിട്ടുള്ള ജിജ്ഞാസു. നമുക്ക് എന്ത് വേണം? ജീവസ്യ തത്വജിജ്ഞാസ. ആ ജിജ്ഞാസ ഗൗരവമായിട്ടുള്ള ആൾക്കാരെയാണ് ആര്? മുനികൾ എന്ന് പറയുന്നത്. തശ്രദ്ധദാന മുനയ. എങ്ങനെയാണ് അവർ ആ തത്വത്തിനെ മനസ്സിലാക്കുന്നത്? ജ്ഞാന വൈരാഗ്യയുക്തയ. ജ്ഞാനവും വൈരാഗ്യത്തോടും കൂടിയുള്ള ആ ഒരു പ്രയത്നം കൊണ്ടാണ് പശ്യന്തി ആത്മനി ച ആത്മാനം.
എന്താണ് ആ പ്രോസസ്സ് കൊണ്ട് എങ്ങനെയാണ് ഭക്തിയ ശ്രുതഗൃഹീതയ, ഭക്തി കൊണ്ട് ശ്രുതി എന്ന് പറഞ്ഞ വേദങ്ങൾ എന്നാണ്. ശ്രുതി, സ്മൃതി, പുരാണം എന്ന് പറയുന്നത് എല്ലാം വൈദിക സാഹിത്യങ്ങളെ കുറിക്കുന്നു. അപ്പൊ ഭക്തിയുത സേവനത്തില് വേദങ്ങൾ അനുസരിച്ച് പൂർണ്ണമായിട്ട് എങ്ങനെയാണ് ഭഗവാനെ മനസ്സിലാക്കുന്നത്? ഭക്തിയ ശ്രുതഗൃഹീതയ. ആര് മനസ്സിലാക്കുന്നു? മുനയ. എന്താണ് മനസ്സിലാക്കുന്നത്? ശ്രദ്ധയോടുകൂടി, ജ്ഞാനവും വൈരാഗ്യത്തോടും കൂടി ആരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു? അവർ വൈദിക സാഹിത്യങ്ങളിൽ നിന്നും എല്ലാം കിട്ടിയ ജ്ഞാനവും അതുകൊണ്ടുണ്ടായ വൈരാഗ്യവും കൊണ്ട് അവർ ഭക്തിയോടുകൂടി ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ ഭക്തിയുടെ പ്രത്യേകതയാണ് പറയുന്നത്. എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റും ആ തത്വത്തിനെ? ഇപ്പൊ തത്വത്തിന്റെ കാര്യം പറഞ്ഞു. 3 തരത്തിൽ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാം എന്ന് പറഞ്ഞു. ബ്രഹ്മൻ, പരമാത്മ, ഭഗവാൻ. അപ്പൊ ആ പ്രോസസ് എന്താണ് എന്ന് അവർ ചോദിക്കുമ്പോൾ സൂത ഗോസ്വാമി പറയുന്നു ഭക്തിയ. അവിടെയും പറയുന്നു സീരിയസ് ആയിട്ടുള്ള ആ ഒരു മുനിമാർ, ശ്രദ്ധാന മുനയ എന്നാണ് പറയുന്നത്. അവർക്ക് എന്തുണ്ട്? ഭക്തി. ഭക്തിയുടെ ഉപോൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? ജ്ഞാനം, വൈരാഗ്യം. അപ്പൊ ഭക്തി ഉണ്ടെങ്കിൽ ജ്ഞാനവും വൈരാഗ്യം ഉറപ്പായിട്ടും ഉണ്ടാകും. അങ്ങനെ ആ ഭക്തി കൊണ്ട് എന്ത് സംഭവിക്കും? ഭഗവാനെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. അപ്പോ എന്തൊക്കെ പറഞ്ഞു നമ്മള്? പരോധർമ്മം എന്താണെന്ന് പറഞ്ഞു. പരോധർമ്മം അങ്ങനെ ആണെങ്കിൽ ആ പരോധർമ്മം കൊണ്ട് അല്ലെങ്കിൽ ഭക്തി കൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ജ്ഞാനവും വൈരാഗ്യവും കിട്ടും എന്ന് പറഞ്ഞു. ആ ജ്ഞാനവും വൈരാഗ്യവും കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു. നമ്മളുടെ സ്വാനുഷ്ഠിതമായിട്ടുള്ള ധർമ്മങ്ങൾ നമ്മൾ എത്ര തന്നെ ചെയ്താലും ഈ ഭക്തി വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ശ്രമ ഏവഹി കേവലം എന്ന് പറഞ്ഞു. പിന്നെ ധർമ്മത്തിന്റെ കാര്യം, അതുകൊണ്ട് നമ്മൾ കാമമോ ഇന്ദ്രിയപ്രീതിയോ ഒന്നുമല്ല, എന്താണ്? അപവർഗമാണ് എന്ത് ചെയ്യേണ്ടത്? നേടാൻ ശ്രമിക്കേണ്ടത് എന്ന് പറഞ്ഞു. പിന്നെ ജീവന്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് തത്വജിജ്ഞാസയാണെന്ന് പറഞ്ഞു. ഈ തത്വജിജ്ഞാസ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ തത്വം? വദന്തി തത്വവിദസ് തത്വം യജ്ഞാനം അദ്വയം ബ്രഹ്മ ഇതി പരമാത്മ ഇതി ഭഗവാൻ ഇതി ശബ്ദത്തെ. 3 തരത്തിലാണ് ഭഗവാനെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു. ഇനി അഥവാ അങ്ങനെ ആ തത്വത്തെ കുറിച്ച് എങ്ങനെയാണ് മുനിമാര് മനസ്സിലാക്കുന്നത്? ഭക്തിയ ശ്രുതഗൃഹീതയ. നമ്മൾ 12 ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞു. വളരെ ഫിലോസഫിക്കലാണ്, എനിക്കറിയാം, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്, അറിയാം. പക്ഷെ എന്നാലും വീണ്ടും വീണ്ടും നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാനുള്ള അനുഗ്രഹം ശ്രീല പ്രഭുപാദിന്റെ വാക്കുകളിൽ കൂടി കിട്ടും, നമ്മളുടെ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടും. ഹരേ കൃഷ്ണ.